സ്റ്റോക്ക് ഈ ഒരു 5-ന് ശേഷം മൂവ് ആവില്ല, കുറച്ച് കൂടുതൽ അപ്പോഴാണ് ഇവൻ തീരുമാനിക്കുക. അവന് ഗസ്സിങ് ആണല്ലോ അവിടെ, സാധനം സ്റ്റോക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഇനി പർച്ചേസ് കുറച്ച് കുറക്കണം എന്നുള്ള തീരുമാനം ഇങ്ങനെ കുറഞ്ഞെത്തിയിട്ട് 25 ആകുമ്പോഴാണ് ഇവരെ മൈൻഡിൽ പർച്ചേസ് കുറക്കണം. ആ സമയത്തും സ്റ്റോക്ക് ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല. പിന്നെ 25-ന് ശേഷം ബിസിനസ് അങ്ങ് കൂടിയാണ് വരുന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് അവനെത്തി. അപ്പോൾ ഈ 5-ാം തീയതി ആകുമ്പോഴാണ് ഒന്നായിട്ട് സ്റ്റോക്ക് വരുന്നത്. ഇതൊക്കെ ഗസ്സിങ്ങിൻ്റെ ഭാഗമാണ്. റിസർവ് ഫണ്ട് നമുക്ക് മുതലായിട്ട് ഇടാം, നമുക്ക് സ്ഥലമായിട്ടൊക്കെ ഇടാം എന്നൊക്കെ നമ്മൾ പറയും. അല്ല, ഇത് ലിക്വിഡ് ഫണ്ടായിട്ട് തന്നെ വേണമെന്ന് പറയുന്നത്. ഈ ക്യാഷ് ഉണ്ടല്ലോ, മണി, അതിന് ഭയങ്കര ഒരു പവറുണ്ട്. അത് ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏതിലോട്ട് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ബാർട്ടർ സിസ്റ്റം അല്ല. ഈ പൈസയ്ക്ക് എന്തിനും എവിടെയും ബിസിനസ്സിൽ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അത് പൈസയ്ക്കാണ് എവിടെ ചെന്നാലും ആ ഒരു സമയത്ത് ഒരു മൊമെൻറ്റിൽ വേറൊരു രൂപത്തിലോട്ട് ആകാൻ കഴിയുന്ന ഒരേ ഒരു മെറ്റീരിയൽ വിനിമയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പൈസയായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. ധൈര്യം അതൊരിക്കലും അത് ഇനി മറ്റൊരു സിറ്റുവേഷൻ കൂടെ പറയാം. ഇപ്പോൾ ഹനീഫിക്കയ്ക്ക് 1,00,000 ദിർഹംസ് ലോൺ ഉണ്ട്. ഓക്കെ, അസ്യൂം ചെയ്യാം, ഞാൻ ഉണ്ട് എന്നല്ല പറയുന്നത്, അസ്യൂം ചെയ്യാം. ഹനീഫിക്കയ്ക്ക് 1,00,000 ദിർഹംസ് ലോൺ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഹനീഫിക്കയ്ക്ക് ഈ ഒരു മാസം പ്രോഫിറ്റായിട്ട് 10,000 രൂപ വന്നു. ഓക്കെ, 10,000 ദിർഹംസ് പ്രോഫിറ്റായിട്ട് വന്നു. നമ്മളടുത്ത് റിസർവ് ഫണ്ട് ഒന്നുമില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, എൻ്റെ ലോണിൻ്റെ എമൗണ്ടിലോട്ട് ദണ്ട് അടച്ചു കഴിഞ്ഞാൽ ഈ 1,00,000 എന്നുള്ളത് 90,000 ആയിട്ട് കുറയും. അതിൻ്റെ പലിശ അടച്ചാൽ മതി. ശരിയല്ലേ? അതെ, ഇങ്ങനെയാണ് നമ്മളുടെ ചിന്താഗതി. റിച്ച് പീപ്പിൾ ഇങ്ങനെയല്ല ചിന്തിക്കുക. റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇങ്ങനെയല്ല ചിന്തിക്കുക. അതാണ് അവരും റിച്ച് മൈൻഡ് സെറ്റും പൂർ മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം. പൂർ മൈൻഡ് സെറ്റ് അത് ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകളെ അതിനെ കൊണ്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും നോക്കാം. ഈ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആവണമെന്നില്ല. ചിലപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഡെപ്പോസിറ്റ് ആയിരിക്കും. അവർ ചിന്തിക്കുക, അടുത്ത മാസം വർഷക്കാലമാണ്, മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ദുബായിലും UAE-ലൊക്കെ വെള്ളം പൊങ്ങും. ബിസിനസ് ഒരു പക്ഷേ അത്രയും വന്നേക്കണമെന്നില്ല. എനിക്ക് ഫണ്ട് റിസർവ് അവിടെ ആവശ്യമുണ്ട്. നാളെ ആ സമയത്ത് ഞാൻ ഇത് വേറെ ആൾക്കാരുടെ അടുത്ത് പിന്നാലെ ചോദിച്ച് നടക്കേണ്ട അവസ്ഥ വരരുത്. അങ്ങനെ അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ സമയം നഷ്ടമാണ്, അവിടെ കൊടുക്കുന്ന പലിശ നഷ്ടമാണ്, എല്ലാം കൊണ്ടും നമുക്ക് പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. പലപ്പോഴും നമ്മളുടെ കൊടുക്കാനുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാണ്ടാവുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് സപ്ലൈ ഒക്കെ അവതാളത്തിലാവും. അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകൾ അത് സേഫായിട്ട് മാറ്റിവെക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ മാറ്റിവെക്കും. എപ്പോഴും റിസർവ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. സോ അത് മാത്രമല്ല, ആ ക്യാഷ് ഇപ്പോൾ ലോണ് എടുത്തത്, ഇപ്പം നേരത്തെ ഒരു ഉദാഹരണം ലോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഈ 10,000 രൂപ എങ്ങനെ വലുതാകാൻ പറ്റും അല്ലേ? ഇതിപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 90 കുറയുന്നത് മാത്രമേ ഉള്ളൂ. നിറച്ച് 10,000 ഇവിടെ ബാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അത് മതി ചിലപ്പോൾ ഈ 1 ലാഖിൻ്റെ റിട്ടേൺസിലൂടെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞ ഈ ബിസിനസ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതെ, അങ്ങനെയാണ് ശ്രമിക്കേണ്ടത്. അവിടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ചെലവ് കുറയ്ക്കാനല്ല, അവസരങ്ങളെ കുറിച്ച്, എങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കാം. കാരണം നമുക്ക് ചിന്തിക്കാം, ഇവിടെ ഈ റിസർവ് ഫണ്ട് ഇപ്പോൾ 1,00,000 കടമുണ്ട്, 1,00,000 നമ്മളുടെ ബാങ്ക് ബാലൻസും ഉണ്ട്, നമ്മൾ അടച്ചിട്ടില്ല, ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരാൾ അതാണ്ട് ക്ലോസ് ചെയ്ത് ആ ഇൻട്രസ്റ്റ് ഞാൻ അടയ്ക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇവർ ചിന്തിക്കുക, ആ ഫണ്ട് എപ്പോൾ ആണെങ്കിലും എനിക്ക് ക്ലോസ് ചെയ്യാം, അവിടെ കട്ടക്കട്ടെ, ഇൻട്രസ്റ്റ് അല്ലേ വരുന്നുള്ളൂ. മറ്റുള്ളവരുടെ പൈസ വെച്ചിട്ട് വേണം ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. അതെ, ആ പൈസയെ എങ്ങനെ ഫർദർ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതൊരു മൈൻഡ് സെറ്റാണ്. ഫൈനാൻഷ്യൽ കൺട്രോളിങ് വളരെ ഇമ്പോർട്ടൻ്റ്, വലിയൊരു മൈൻഡ് സെറ്റാണ്. ഇതിന് പോയാൽ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇപ്പം ഇത് തന്നെ ഈ ഒരു ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് അതുപോലത്തെ ഒക്കെ ബിസിനസ്മാന്മാർ ഒരുപാട് ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണ്. ബാങ്കുകളിൽ നിന്ന് പലരും ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്താണോ കിട്ടുന്നത് അതിനേക്കാൾ വലുത് ലോണിന് അടയ്ക്കേണ്ടി വരുന്ന ആളുകളൊക്കെ നമുക്കറിയാം. അപ്പം ഇതൊന്നും ചിന്തിക്കില്ല, ഇതൊക്കെ പല കാര്യങ്ങളും ചിന്തിക്കാതെ ചിലപ്പോൾ ഇത് കണ്ടിട്ട് കഴിഞ്ഞാൽ ബിസിനസ് ഒന്ന് കൂടി ഇതിൻ്റെ അടക്കാൻ പറ്റും, പിന്നെ അടുത്തത് അതിൻ്റെ മുകളിൽ പിന്നെയും വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇതിൻ്റെ മുകൾക്ക് കയറില്ല, ഇതിൻ്റെ അവസാനം ബാങ്ക് അങ്ങ് കൊണ്ടുപോകും എന്ന രീതിയിലൊക്കെ എത്തി കുടുങ്ങുന്ന ആളുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് ഒരുപാട് വെളിച്ചം കൊടുക്കാൻ പറ്റും. കാരണം ഇതൊക്കെ
കൺട്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഗസ്സിനനുസരിച്ച് പോവാതെ ഡാറ്റയിലൂടെ പോവുകയാണെങ്കിൽ ഇതൊക്കെ തീരും. ഡാറ്റയുടെ എല്ലാം ഇവർ പോകുന്നുണ്ടാവുക, ഫുള്ള് ഗസ്സിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഡാറ്റ വേറെ, ഗസ്സിങ് വേറെയാണ്. നമ്മൾ വിചാരിക്കും ഇവനാണ് ഇപ്പം എൻ്റെ മുമ്പിലേക്ക് വരുന്ന കസ്റ്റമർ, ഇവനാണ് എൻ്റെ എല്ലാ പ്രധാന കസ്റ്റമർ എന്ന് വിചാരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഷോപ്പിനകത്ത് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടാവും, അങ്ങോട്ട് കോപ്പി ഇങ്ങോട്ട് കോപ്പി എന്നൊക്കെ പറയുന്നുണ്ടാവും. അവസാനം ഒന്നും തരാതെ ഇറങ്ങി പോകുന്നവനുണ്ട്, ചിലപ്പോൾ നേരിട്ട് വന്ന് എല്ലാ കാര്യം കഴിച്ച് നമുക്ക് നല്ലൊരു സെയിലും കഴിഞ്ഞ് പോകുന്നവനും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിച്ച ഏറ്റവും കൂടുതൽ നമ്മൾ ഷോപ്പിൽ നിന്ന ആളാണ് ഗസ് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല കസ്റ്റമർ ഉണ്ടാവുക. കാരണം അവിടേക്കാണ് നമ്മൾ ഡാറ്റയിലേക്ക് പോയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് വന്നു പോകുന്നവനായിരിക്കും ഡാറ്റ പ്രകാരം ഏറ്റവും നല്ല കസ്റ്റമർ എന്ന രീതിയിൽ തന്നെ ഈ ഓരോ സെയിലിനെ കുറിച്ചും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണുകളൊക്കെ എടുക്കുമ്പോൾ ഈ ഗസ് മാറ്റിയിട്ട് ഡാറ്റയിലേക്ക് പോയിട്ട് വേണം ചെയ്യാൻ. ഗസ് എക്സ്പെക്ടേഷൻ ഇതൊന്നും ഡാറ്റയിലേക്ക് പോകണം. അതായത് ഇപ്പോൾ ഡാറ്റ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവർ സ്റ്റോക്ക് വരുന്നു, ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു. അത് ഡാറ്റ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഓവർ സ്റ്റോക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ 5% നടക്കുന്ന ഒരു ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, അത് 6ലേക്ക് എത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനാൻസിന് മുന്നേ എന്തായിരുന്നു, 5% നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു, 6% എത്തുമ്പോൾ നമ്മൾ ഇനി എത്ര അതിലേക്ക് ആഡ് ചെയ്യണം എന്ന് നമുക്ക് ബോധം വേണം. കാരണം നമ്മളെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടി വരികയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ പ്രോഫിറ്റ് വന്നതിൽ നിന്ന് ഇത്ര ഇനി ഒരു ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ചെയ്താലേ 1% കൂടെയുള്ള സ്റ്റോക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമർ എനിക്ക് മിസ്സാവും എന്ന ഡാറ്റ നമ്മളെടുത്ത് നിരന്തരം നമ്മളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. ആ സ്റ്റഡീൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്ക് കൂടാനും ആ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇപ്പോൾ ചില സീസണുകളിൽ സെയിൽ കുറവായിരിക്കും. അപ്പോൾ സെയിൽ കുറവായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് ഏരിയയിലാണ് സെയിൽ കുറവെന്ന് പഠിക്കണം, ഏത് ഏരിയയിലാണ് നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക എന്നും പഠിക്കണം. അതിനനുസരിച്ച് വേണം ആ ഏരിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ റേഷ്യോ കണക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫൈനാൻഷ്യലി ബോധം വേണം. അപ്പോഴേ ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും ഉള്ളത്. ഇപ്പോൾ ഇവിടെ UAE ആണെങ്കിൽ 25 മുതൽ 5 വരെ നല്ലൊരു ബിസിനസ്സിൻ്റെ ടൈമാണ്. എല്ലാ ബിസിനസ്സുകാർക്കും അത് അനുഭവമായിരിക്കും. 25 മുതൽ 5 എങ്ങനെയാണ് പോയി പിന്നെ 10ലേക്ക് എത്തുമ്പോഴത്തേക്ക് താഴെ ഇറങ്ങി സാലറി ടൈം, പിന്നെ താഴെ ഇറങ്ങി വീണ്ടും ഈ 25 ആകുമ്പോഴത്തേക്ക് മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റോക്ക് നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 25 മുതൽ 5 വരെ സ്റ്റോക്ക് കൂട്ടാം, പക്ഷെ പിന്നുള്ള സമയം നമ്മൾ സ്റ്റോക്ക് കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് സ്റ്റോക്കിന് ലോക്ക് ഇടണം. നമ്മൾ ഓരോ ദിനം ഇത്ര രൂപേൻ്റെ മുകളിൽ ഇന്ന സമയത്ത് ഈ 5 മുതൽ 10 വരെ ഇത്ര ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റോക്ക് വരരുത്. ലോക്ക് ഇടാൻ പറ്റും. ഇൻവെൻറ്ററി സിസ്റ്റത്തിന് അത് വേണ്ട വിധം സിസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമുക്ക് ഇത്ര കുറഞ്ഞു വരണം, ഇവിടെ എത്ര കൂടണം എന്നുള്ളത് കൊടുത്താൽ ആ സ്റ്റോക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോന്നിനും മാർഗങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഒരു കാര്യത്തിനും ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് വിചാരിക്കും. ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ ബിസിനസ്സിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, സ്റ്റോക്ക് ഈ ഒരു 5-ന് ശേഷം മൂവ് ആവില്ല, കുറച്ച് കൂടുതൽ അപ്പോഴാണ് ഇപ്പം തീരുമാനിക്കുക. അവന് ഗസ്സിങ് ആണല്ലോ അവിടെ, സാധനം സ്റ്റോക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഇനി പർച്ചേസ് കുറച്ച് കുറക്കണം എന്നുള്ള തീരുമാനം ഇങ്ങനെ കുറഞ്ഞെത്തിയിട്ട് 25 ആകുമ്പോഴാണ് ഇങ്ങനെ മൈൻഡിൽ പർച്ചേസ് കുറക്കണം. ആ സമയത്തും സ്റ്റോക്ക് ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല. പിന്നെ 25-ന് ശേഷം ബിസിനസ് അങ്ങ് കൂടിയാണ് വരുന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വന്നെത്തി. അപ്പോൾ ഈ 5-ാം തീയതി ആകുമ്പോഴാണ് ഒന്നായിട്ട് സ്റ്റോക്ക് വരുന്നത്. ഇതൊക്കെ ഗസ്സിങ്ങിൻ്റെ ഭാഗമാണ്. കൃത്യമായി ഒന്നിരിക്കാൻ തയ്യാറായാൽ എൻ്റെ മൂവിങ് എങ്ങനെയാണ്, എൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നൊക്കെ ഈ ഡാറ്റ ചെയ്യുന്ന മാറ്റം വലുതാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബിസിനസ്സിൽ. സിസ്റ്റം ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഈ അവസാന സമയത്ത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും, അപ്പോൾ സ്റ്റോക്ക് കൂടും, അപ്പോൾ അതിന് ശേഷം ബിസിനസ് ഉണ്ടാവില്ല. അപ്പോൾ ആകെ പേയ്മെൻറ്റ് ബ്ലോക്കാവും, പലതും ബ്ലോക്കാവും. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 25 ദിവസത്തേക്കോ 15 ദിവസത്തേക്കൊക്കെ കിട്ടിയ ക്രെഡിറ്റുകളായിരിക്കും. ആ ഡേറ്റ് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് കൊടുക്കണം. അവിടെയൊക്കെ ബ്ലോക്കിങ്ങൾ വരും. ആകെ എന്നും ബിസിനസ്മാൻ ഒരു സ്ട്രെസ്സിലാണ് ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഡാറ്റയിലേക്ക് വരിക.